Shows on the right. ഇത് കുഴപ്പമില്ല, അതൊക്കെ ഇങ്ങനെ ഒരു തിര വരും. അപ്പോൾ ആ ഒരു സമയത്ത് ഇതുപോലെ ഇങ്ങനെ കുറച്ച് സ്പീഡായിട്ട് പോകും. അല്ലാത്ത ടൈം വളരെ സ്ലോ ആണ്. ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് ഷാർജ അൽ ജുബൈൽ ബസ് സ്റ്റേഷനിലാണ്. ഇവിടെ നിന്നും പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് വേൾഡിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് വാട്ടർ പാർക്കായ ദുബായിലുള്ള അക്വവെഞ്ചർ വാട്ടർ പാർക്കിലേക്ക് ഫ്രീ ആയിട്ട് പോവുകയാണ്. നിങ്ങൾക്കും ഇതുപോലെ ഫ്രീ ആയിട്ട് പോവാം. എങ്ങനെയാണെന്ന് ഈ വീഡിയോയിലൂടെ പറയാം. വീഡിയോ ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാം. യൂണിയൻ മെട്രോ സ്റ്റേഷനിലേക്കാണ് ഷാർജയിൽ നിന്നും ബസ് പുറപ്പെട്ടിരിക്കുന്നത്. യൂണിയൻ മെട്രോ സ്റ്റേഷനിലെത്തി. ഇനി ഇവിടെ നിന്നും ശോഭ റിയാലിറ്റി മെട്രോ സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത്. പ്ലാറ്റ്ഫോം നമ്പർ 2. المحطة القادمة هي أبراج الإمارات. المحطة القادمة هي مول الإمارات. The next station, Shobha Realty. This is interchange station to Dubai Tram. Passengers travelling to Jumeirah Beach, please interchange to tram at Shobha Realty Metro Station. അങ്ങനെ ശോഭ റിയാലിറ്റി മെട്രോ സ്റ്റേഷനിലെത്തി. ഇനി ഇവിടെ നിന്നും എക്സിറ്റ് നമ്പർ 2 വഴി നമ്മൾ എന്ത് ചെയ്യണം, ട്രാം വഴിയാണ് ഇനി നെക്സ്റ്റ് പോകേണ്ടത്. ട്രാമിലേക്കുള്ള ഒരു വഴി കറക്റ്റ് ഒരു സൈൻ ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എവിടെയും മാറിപ്പോകാനൊന്നും ചാൻസ് ഇല്ല. നമ്മൾ ട്രാം സ്റ്റേഷനിലെത്തി. നമുക്കിവിടെ നിന്നും ഈ 9ാമത്തെ നമ്പർ സ്റ്റോപ്പ് ഇവിടത്തേക്കാണ് പോകേണ്ടത്, പാം ജുമേറ. അവിടെ നിന്നും മോണോ റെയിൽ വഴിയാണ് അറ്റ്ലാന്റിസിലോട്ട് പോകേണ്ടത്. ട്രാമിൽ കയറുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഇതുപോലത്തെ ഒരു മെഷീൻസ് ഉണ്ടാവും. ഇവിടെ പഞ്ച് ചെയ്തുകൊണ്ട് മാത്രം അതിനുള്ളിലേക്ക് പ്രവേശിക്കാം. ട്രാമിലാണ് പോകേണ്ടത്. The next station is Marina Towers. നമ്മുടെ സ്റ്റോപ്പാണ് പാം ജുമേറ. ഇവിടെ നിന്നും മോണോ റെയിൽ വഴിയാണ് അറ്റ്ലാന്റിസിലോട്ട് പോകേണ്ടത്.
മുകളിലോട്ട് വരാം. പിന്നെ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട്. നടന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മോണോ റെയിലോട്ട് പോവേണ്ടത്. ഈ യാത്രയിൽ നമ്മൾ ആദ്യം RTയുടെ ബസ്സിൽ വന്നു, നെക്സ്റ്റ് മെട്രോ, ട്രാം, പിന്നെ അടുത്തതായിട്ട് കയറാൻ വേണ്ടി പോകുന്നത് മോണോ റെയിലോട്ടാണ്. മോണോ റെയിലോട്ട് ഈ ഒരു വഴി തന്നെ നമ്മളിങ്ങനെ നടന്ന് പോവാം. നടന്ന് കുറച്ച് മുമ്പോട്ട് പോകാനുണ്ട്. അവിടെ നിന്നാണ് നമുക്ക് മോണോ റെയിൽ. അവിടെ നമ്മൾ മോണോ റെയിലിനായിട്ട് സെപ്പറേറ്റ് ഒരു ടിക്കറ്റ് എടുക്കണം. 30 ദിർഹംസാണ് ചാർജ് വരുന്നത് അപ്പ് ആൻഡ് ഡൗൺ. റൂട്ടൊന്നും മാറാനൊന്നുമില്ല. കറക്റ്റ് ഇതേപോലെ ഓരോരോ സൈൻ ബോർഡ് കൊടുത്തിട്ടുണ്ടോ, അത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഫോളോ ചെയ്ത് മുമ്പോട്ട് പോവാം. ഈ കാണുന്ന ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് 30 ദിർഹംസിൻ്റെ ടിക്കറ്റ് വാങ്ങുക. ടിക്കറ്റ് സെക്യൂരിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം അകത്തോട്ട് കടത്തി വിടുന്നതായിരിക്കും. സ്കാൻ ചെയ്ത് അകത്തോട്ട് കയറി പിന്നെ ലിഫ്റ്റ് വഴിയാണ് നമ്മൾ മേലോട്ട് പോകുന്നത്. ആൾക്കാർ മൊത്തം മോണോ റെയിലോട്ട് കയറാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണ്. ഇതാണ് പുറത്തുള്ള വ്യൂ കേട്ടോ. സ്റ്റോപ്പിലെത്തി നമ്മൾ എസ്കലേറ്റർ വഴി താഴോട്ട് പോവുകയാണ്. ഇന്ന് എക്സിറ്റ് ആയിട്ട് അറ്റ്ലാന്റിസ് അക്വഞ്ചർ എന്ന എക്സിറ്റിലോട്ട് വരാം. പിന്നെ ഇവിടുന്ന് പുറത്തടക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കാണാം അറ്റ്ലാന്റിസ് ഹോട്ടൽ നമ്മുടെ മുന്നിൽ തന്നെ ഇവിടെ കാണാം. ഇതിനകത്താണ് അറ്റ്ലാന്റിസ് അക്വഞ്ചർ വാട്ടർ പാർക്ക് ഉള്ളത്. ഇതിനകത്തോട്ടാണ് പോകേണ്ടത്. അവിടെ പോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടിക്കറ്റ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ബട്ട് എനിക്കിന്ന് ഫ്രീ ആണ്. അതായത് വെച്ചാൽ നമ്മുടെ ഒരു ബർത്ത്ഡേൻ്റെ ആ ഒരു മാസം, ബർത്ത്ഡേൻ്റെ ഒരാഴ്ച മുമ്പോ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്കിവിടെ ഫ്രീ ആയിട്ട് വരാം. അതിനിവിടെ വരുന്നതിന് മുമ്പായിട്ട് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതൊക്കെ ഞാൻ വീഡിയോൻ്റെ അവസാനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആണ് അറ്റ്ലാന്റിസ് ഹോട്ടലിൻ്റെ ഉൾവശം. ഒരുപാട് ഷോപ്പ് കാര്യങ്ങളൊക്കെയാണ്. ഇതിനകത്താണ് നമ്മുടെ വാട്ടർ പാർക്കും വരുന്നത്. നമ്മളിതുപോലെ മുമ്പോട്ട് നടന്നിട്ട് ലെഫ്റ്റിലോട്ട് പോയാലാണ് അക്വഞ്ചർ വാട്ടർ പാർക്ക് ഉള്ളത്. ഒന്ന് ലെഫ്റ്റ് വരുമ്പോൾ തന്നെ നമുക്കിവിടെ സൈൻ ബോർഡ് കാര്യങ്ങളൊക്കെ കാണാം. അക്വഞ്ചർ വാട്ടർ പാർക്ക്. അക്വഞ്ചർ വാട്ടർ പാർക്കിൻ്റെ എൻട്രൻസ് ആയിട്ട് വരുന്നത്. ഇതിനകത്ത് ഒരുപാട് കഫേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടിക്കറ്റ് കൗണ്ടർ, അവിടുന്ന് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതാണ് ടിക്കറ്റ്. നമ്മളിതിൻ്റെ അകത്തോട്ട് പ്രവേശിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ ഒരു ലോക്കറും കൂടി എടുത്തോട്ടോ. ലോക്കറിന് 60 ദിർഹംസാണ് ചാർജ് വരുന്നത്. നമ്മുടെ കാര്യങ്ങളൊക്കെ അതിൽ സേഫായിട്ട് വെക്കാം. ലോക്കർ എടുക്കണം നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് എവിടെയെങ്കിലും വെക്കുകയും ചെയ്യാം. പക്ഷെ ലോക്കർ എടുക്കലായിരിക്കും കുറച്ചും കൂടി സേഫ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻട്രൻസ് കാര്യങ്ങളൊക്കെ. നമുക്ക് ആദ്യം ഒന്ന് ലോക്കർ തപ്പിയിട്ടൊന്ന് പോവാം. ടിക്കറ്റ് കൗണ്ടറിൽ ഇതുപോലത്തെ ഒരു വാച്ച് വരും. ആ വാച്ച് ഇവിടെ സ്കാൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലോക്കർ ഇവിടെ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും കേട്ടോ. അത്യാവശ്യം കുറച്ച് ചെറിയൊരു ബാഗ് കാര്യങ്ങളൊക്കെ വെക്കാം. ലോക്കറിനകത്ത് സാധനം വെച്ച് വരുമ്പോൾ ഇവിടെ എക്കോ സോക്സ് എന്ന് പറഞ്ഞൊരു ഇത് കാണാം. ഇവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടും. അത്യാവശ്യം ചൂടുള്ള സമയത്തൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഇതുപോലെ ഇട്ട് നടക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഏത് റേറ്റിൽ കയറുമെന്ന് കറക്റ്റ് അറിയില്ല, പോയിട്ട് നോക്കട്ടെ. മൗണ്ടെയിൻ എന്ന് പറഞ്ഞൊരു എൻട്രൻസ് ഉണ്ട്, അതിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി. ഇവിടെ കുറച്ച് അത്യാവശ്യം ആൾക്കാർക്ക് കാണുന്നുണ്ട്.
കൂടുതലായിട്ട് ലേഡീസാണ് ഇവിടെ ഉള്ളത്. ഇത് മെയിനായിട്ട് ചെറിയൊരു പിള്ളേർക്കുള്ള റൈഡാട്ടോ. ഒരുപാട് കുട്ടികളൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. എന്തായാലും ഇതിന് മേലേക്കൊന്ന് കയറി നോക്കാം, എന്താണ് അവസ്ഥ നോക്കട്ടെ. ഇത് കുഴപ്പമില്ല, അതൊക്കെ ഇങ്ങനെ ഒരു തിര വരും. അപ്പോൾ ആ ഒരു സമയത്ത് ഇതുപോലെ ഇങ്ങനെ കുറച്ച് സ്പീഡായിട്ട് പോകും. അല്ലാത്ത ടൈം വളരെ സ്ലോ ആണ്. എൻ്റെ പേര് തന്നെ ലേസി പൂൾ എന്നാണ്. കാരണം ഇത് ഇടയ്ക്ക് ഭയങ്കരമായിട്ട് സ്ലോ ആകുന്നുണ്ട്. ഇടയ്ക്ക് ഒരു തിര വന്നിട്ട് നമ്മളിങ്ങനെ മൊത്തത്തിലങ്ങ് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എല്ലാവരും വെറുതെ സൗണ്ടെല്ലാക്കുന്നുണ്ട്. ആ സൗണ്ടാക്കാൻ മാത്രമൊന്നും ഇല്ല ഇത്. പാർക്ക് റൈഡ് അടിപൊളിയായിരുന്നു. കുറേ ആൾക്കാർ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ കുളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ നടന്നിട്ട് ഇതാ ഇതുപോലെ ഈ ബീച്ചിലോട്ടൊക്കെ പോകാൻ വേണ്ടി പറ്റും കേട്ടോ. ഇപ്പോൾ ഉച്ചയ്ക്ക് 2 മണി സമയത്താണ്. ഈ ഷോക്ക് സെറ്റ് കൊണ്ട് വലുതായിട്ട് ചൂടോ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. ഒരുപാട് പേര് ഇവിടെയൊക്കെ കടന്നിട്ടുണ്ട്. ഒരുപാട് പേര് നമുക്ക് അവിടെയും കാണാം. നമ്മൾ വന്ന ഒരു ബ്രിഡ്ജാട്ടോ അത്. നമ്മൾ ആ ഒരു ബ്രിഡ്ജിൽ നിന്നുള്ള ഒരു വ്യൂ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ ഒരു പ്ലേസ്. ആ കാണുന്നതാണ് അറ്റ്ലാന്റിസ് ദ റോയൽ ഹോട്ടൽ. ഇവിടെ ഇങ്ങനെ റെസ്റ്റ് എടുക്കാനുള്ളൊരു ഏരിയ ഉണ്ട് കേട്ടോ. എന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. റേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾ പുറത്തുനിന്ന് തന്നെ എടുത്ത് വരാൻ വേണ്ടി ശ്രമിക്കാം.
the optimum, yeah. ഒരുപാട് റൈഡിലൊക്കെ കയറി ഇങ്ങനെ തളർന്നിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നല്ല റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ നോക്കിയാൽ അടിപൊളിയായിട്ട് നല്ല പച്ചപ്പാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടാണ് ഇവിടെ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ലൊരു നമ്മളൊരു ഗാർഡൻ്റെ അകത്തോട്ടൊക്കെ പോകുന്നൊരു ഫീലാണ്. ഒരു വാട്ടർ പാർക്കിൽ വന്നൊരു ഫീലൊന്നല്ല. അപ്പോൾ സൈഡിലോട്ടൊക്കെ ഒരുപാട് റൈഡ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുമുണ്ട്. നല്ല കിളികളെ ശബ്ദമെല്ലാമായിട്ട് ഇതുപോലുള്ള ഒരുപാട് ബഗ്ഗീസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി. കാരണം ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വാട്ടർ പാർക്കായതുകൊണ്ട് ഒരുപാട് നടക്കാമെന്ന് വിചാരിച്ചാൽ ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വണ്ടി കാര്യങ്ങളൊക്കെ ഇങ്ങനെ യൂസ് ചെയ്താൽ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ഓരോരോ ലൊക്കേഷനിലേക്ക് പോകാൻ വേണ്ടി പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ലോക്കർ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഓരോ ചെയറിൻ്റെ അടിയിലായിട്ട് നിങ്ങൾ സാധനങ്ങൾ വെച്ചാൽ മതി. സേഫാണെന്ന് ചോദിച്ചാൽ സേഫൊക്കെ തന്നെയാണ്. ഇനി ഇവിടേക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് പോവാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഏതെങ്കിലും ബ്രൗസർ ഓപ്പൺ ചെയ്ത് അക്വെഞ്ചർ ഫ്രീ ബർത്ത്ഡേ പാസ് എന്ന് സെർച്ച് ചെയ്യുക. ഇതിൽ ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റ് തന്നെ ഓപ്പൺ ചെയ്ത് അതിൽ നമുക്ക് കാണാം സൈൻ അപ്പ് ആൻഡ് ഗെറ്റ് ഫ്രീ ആക്സസ്. സ്ക്രോൾ ചെയ്ത് താഴോട്ട് വന്നിട്ട് അവിടെ കാണുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് രജിസ്റ്റർ മൈ ബർത്ത്ഡേ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു സമയം ഒരു കൺഫർമേഷൻ മെയിൽ വരുന്നതായിരിക്കും. അത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഏതൊക്കെ ദിവസം അവിടേക്ക് ഫ്രീ ആയിട്ട് പോകാമെന്ന് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ബർത്ത്ഡേയുടെ ഒരാഴ്ച മുമ്പ് ഓർമ്മയോടുകൂടി രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.